സേഫ് ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പല ആരോപണങ്ങളിലും ഒട്ടുമിക്ക ആരോപണങ്ങളിലും മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടുണ്ട്. പ്രധാനമായും കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം, മറ്റൊന്ന് രാഹുൽ ഗാന്ധി പിണറായി വാക്പോരിൽ അദ്ദേഹത്തിന്റെ മറുപടി, അത് കഴിഞ്ഞ ദിവസം BJP നരേന്ദ്രമോദി ഉപയോഗിച്ചതിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം, മറ്റൊന്ന് തൃശൂർ പൂരമാണ്. അങ്ങനെ നിരവധി വിഷയങ്ങളിലുള്ള കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് കൃത്യം ഒരു 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം മുൻപ് സംസാരിക്കുന്നത്. എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ചർച്ച നടത്തുക, എങ്ങനെയായിരിക്കും LDF അതിനെ ഉപയോഗിക്കാൻ പോകുന്നത്? ഇനിയുള്ള ദിവസങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിക്കപ്പെടുന്നത്. ആ വോട്ട് ആർക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ലാത്ത ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന അടിയൊഴുക്കുകൾ ഉണ്ടാകുന്ന സമയങ്ങളാണ് ഓരോ മണിക്കൂർ. അതുകൊണ്ട് ഈ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഓരോ വാചകങ്ങൾക്കും പ്രസക്തി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെ ഉണ്ടായ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തുടങ്ങി ഇതുവരെ ഉണ്ടായ എല്ലാ വിഷയങ്ങൾക്കും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്താ സമ്മേളനം നടത്തി ഓരോ വിഷയങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായ പല വിഷയങ്ങൾക്ക് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രതികരണം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിമർശനം മോദിയെ പിണറായി വിജയൻ വിമർശിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ഇവർ തമ്മിൽ അന്തർധാരയുണ്ട്, അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ED ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും തയ്യാറാകാത്തതെന്ന് ആദ്യം രാഹുൽ ഗാന്ധി പറയുന്നു, ഇന്നലെ പ്രിയങ്ക ഗാന്ധി പറയുന്നു. അതിനുള്ള മറുപടി എന്നോണമായിരിക്കാം മുഖ്യമന്ത്രി ഇന്ന് മോദിയെ കൂടി കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. 2 പേരും, അതായത് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും കേരളത്തെ അപമാനിക്കാൻ വേണ്ടി ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത് എന്ന് പറയുക വഴി താൻ രാഹുൽ ഗാന്ധിയെ മാത്രമല്ല മോദിയെ വിമർശിക്കുന്നു എന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു വെക്കുക കൂടിയായിരുന്നു മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പിന്നീടുള്ളത് പ്രിയങ്ക ഗാന്ധിക്കുള്ള മറുപടിയാണ്. ഈ പത്രസമ്മേളനം ഉടനീളം കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഈ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും കാതലായ ഭാഗങ്ങളിൽ ഒന്ന് പ്രിയങ്ക ഗാന്ധിക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്. കാരണം ഇന്നലെയാണ് പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്ക് വരുന്നത്. പല മണ്ഡലങ്ങളിൽ പ്രചരണത്തിൽ പങ്കെടുത്തു. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് പ്രചരണത്തിൽ പങ്കെടുത്തു. അപ്പോഴെല്ലാം പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് മോദി എന്തുകൊണ്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിന് മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് ഏറ്റവും ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്. DLF-ഉമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയുമായി ബന്ധപ്പെട്ട് DLF-ഉം അതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഹരിയാന സർക്കാരിലുണ്ടായ പ്രശ്നങ്ങൾ, ആ കേസ് ഒത്തുതീർപ്പാക്കിയതിന്റെ നന്ദി അത് തന്റെ മേൽ ചാരി രേഖപ്പെടുത്തേണ്ടതില്ല എന്ന് പറയുക വഴി പ്രിയങ്ക ഗാന്ധിക്കുള്ള കൃത്യമായ മറുപടി മുഖ്യമന്ത്രി അതുവഴി നൽകുന്നുണ്ട്. പിന്നീടുള്ളത് രുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നടത്തിയ ഒരു സ്വകാര്യ ചാനലിൽ നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് അതിന് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി നൽകുന്ന മറുപടി, ഗുജറാത്തിലെ സഹകരണ മേഖല, നേരത്തെ നരേന്ദ്രമോദി ഭരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സഹകരണ മേഖല, ആ സഹകരണ മേഖല പിന്നീട് തകർന്നു പോയത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അതിനുള്ള മറുപടി നൽകുന്നത്. കേരളത്തിൽ ഫലപ്രദമായ ഇടപെടൽ കരിവെണ്ണൂർ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട്. അന്ന് കേരള പോലീസ് കണ്ടെത്തിയ പ്രതികളെ തന്നെയാണ് ED പോലും ഇപ്പോഴും കണ്ടെത്തിയിരിക്കുന്നത്. അവർക്ക് പണം, ഈ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുറെ പണം തിരികെ നൽകി, ഇപ്പോൾ വായ്പകൾ നൽകി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ് വെക്കുന്നുണ്ട്. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലുണ്ടായ ചലനങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി മറുപടി പറയുന്നതിനൊപ്പം തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ചില വീഴ്ചകൾ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിനുണ്ടായിട്ടുണ്ട്, മുഖ്യമന്ത്രി എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്കിടയിലൂടെ വായിച്ചെടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചോദ്യത്തിന്റെ ആദ്യ പ്രതികരണം എന്ന നിലയിൽ അദ്ദേഹം പറയുന്നത് അതീവ ഗൗരവ സ്വഭാവമുള്ള കാര്യമാണ് എന്നാണ്. അതായത് അവിടെ എന്തോ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന ബോധ്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് DGP-യോട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഈ ഉണ്ടാകില്ല, ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് സർക്കാരിന് ഇപ്പോൾ നടപടിയിലേക്ക് പോകാൻ കഴിയില്ല. പെരുമാറ്റച്ചട്ടം മാറിയാൽ മാത്രമേ സർക്കാരിന് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ മറ്റ് നടപടിയെടുക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ നടപടി ഉണ്ടാകും എന്ന സൂചന മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുണ്ട്. അങ്ങനെ ഈ പ്രചരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന, പ്രധാനമന്ത്രി ഉന്നയിച്ച എല്ലാ വിമർശനങ്ങൾക്കും മറുപടി പറഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രി കാസർഗോഡും പ്രചരണം ആരംഭിക്കാൻ പോകുന്നത്. സൈഫ്, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം VD സതീശനുള്ള മറുപടിയുണ്ട്. വീണ്ടും ഇദ്ദേഹം എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും മുഖ്യമന്ത്രി ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്, CAA വിഷയം ഇവരുടെ പ്രകടന പത്രികയിൽ ഇല്ല, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇല്ല എന്നുള്ള കാര്യം. അത് ആവർത്തിക്കുന്നതിലൂടെ LDF എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കൾ പ്രചാരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് എത്രത്തോളം ചർച്ചയാകുന്നുണ്ട്, അവർ അതിൽ എത്രത്തോളം മറുപടി പറയുന്നുണ്ട് എന്നുള്ളതും ഒക്കെ മറ്റൊരു ഭാഗത്തുമുണ്ട്. അപ്പം അത് എങ്ങനെ LDF-ന് ഗുണമാകുമെന്നാണ്, ആ ഗുണം പ്രതീക്ഷിച്ചാണോ മുഖ്യമന്ത്രി ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്?
ധന്യ, അത് കൃത്യമാണ്. അതിനകത്ത് ഏതെങ്കിലും ധന്യ ഇപ്പൊ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വഴി വോട്ട് നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇടതുമുന്നണിക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കമില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് തൊട്ട് മുമ്പ് സിഎയുടെ ചട്ടങ്ങൾ പുറത്തിറക്കിയ സമയം അത് ഇടതുമുന്നണി ലോട്ടറിയായി കണ്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമായിരുന്നു സിഎ എന്ന് പറയുന്നത്. കാരണം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളാണ് ഏത് പാർട്ടി അധികാരത്തിൽ വരണം, ഏത് പാർട്ടിക്ക് കൂടുതൽ സീറ്റ് കിട്ടണം എന്ന അജണ്ട നിശ്ചയിക്കുന്നത്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ആ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇടതുമുന്നണിക്ക് ലോക്സഭയിലേക്ക് സീറ്റുകൾ കിട്ടൂ എന്ന ഉത്തമമായ ബോധ്യം അവർക്കുണ്ട്. ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇടതുമുന്നണി കാണുന്നത് ആ സിഎ തന്നെയാണ്. സിഎയിൽ ഞങ്ങളാണ് മുന്നിലുള്ളത്, അതിനെ എതിർക്കുന്നതിൽ ഞങ്ങളാണ് മുന്നിലുള്ളത് എന്ന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് മുന്നിലേക്ക് പറഞ്ഞു വെക്കാൻ കഴിയുന്നത് തങ്ങൾക്കാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോൾ മുഖ്യമന്ത്രി 17ാമത്തെ പ്രചരണത്തിലാണെന്ന് തോന്നുന്നു പങ്കെടുക്കുന്നത്. ഈ 17 പ്രചരണത്തിലും മുഖ്യമന്ത്രി നടത്തിയ ഏതാണ്ട് 10ഓളം വാർത്താ സമ്മേളനങ്ങളും ഏറ്റവും കാതലായ ഭാഗം, ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി ഉച്ചരിച്ചിരിക്കുന്ന വാചകം സിഎഎ തന്നെയാണ്. സിഎഎ എന്ന് പറയുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നു, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അതില്ല എന്ന് പറയുക വഴി മുഖ്യമന്ത്രി ആ വിഷയത്തിൽ നിന്ന് തെന്നി മാറി വേറെ ഏതെങ്കിലും പ്രചരണ വിഷയത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാകുന്നില്ല. എല്ലാത്തിൻ്റെയും, എല്ലാ പത്രസമ്മേളനങ്ങളുടെയും, എല്ലാ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളുടെയും ആദ്യ ഭാഗങ്ങളിൽ സിഎ എന്ന വിഷയമുണ്ടാകും, അതിൽ കോൺഗ്രസിന്റെ നിലപാട് ഉണ്ടാകും. അതിന് സതീശനുള്ള മറുപടി മുഖ്യമന്ത്രി പല വാർത്താ സമ്മേളനങ്ങളും നൽകിയിട്ടുണ്ട്. അതിന്റെ തുടർച്ച എന്നോണം വേണം ഇതിനെയും കാണാൻ. എന്തായാലും ഈ സിഎ വിഷയമാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിലെ അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയം എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പ്രചരണ വിഷയങ്ങളിലും മുഖ്യമന്ത്രി മാത്രമല്ല എല്ലാ ഇടതുമുന്നണി നേതാക്കളും ഈ സിഎ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചരണ പരിപാടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇവിടെ മറ്റൊന്ന്, ഇപ്പൊ UDFന്റെ നേതാക്കൾ എല്ലാവരും സ്ഥിരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മോദിക്കെതിരെ പിണറായി സംസാരിക്കുന്നില്ല എന്ന്. ഇന്ന് കൃത്യമായി കേരളത്തിൽ അഴിമതി ഉണ്ടെന്ന മോദിയുടെ ആ പരാമർശത്തിന് മറുപടി നൽകുന്നു. അപ്പൊ രാഹുലിനെതിരെ മാത്രമല്ല മോദിക്കും എന്നൊരു കാര്യം തുടക്കത്തിലെ സൈഫ് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു കാര്യത്തിന് കൂടി തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ മോദി വിഷയത്തിൽ ഇല്ലെങ്കിൽ മോദിക്കെതിരായിട്ടുള്ള മറുപടി അത് എത്രത്തോളം രൂക്ഷമാണ്, വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും അതിലുണ്ടാകുന്ന ചർച്ചകൾ? അത് ഇവിടെ അവസാനിക്കാൻ പോകുന്നു എന്ന് തോന്നുന്നില്ല ധന്യ. കാരണം രാഹുൽ ഗാന്ധി ഇന്നോ നാളെയോ കൊല്ലത്ത് അദ്ദേഹം ശാസ്താംകോട്ടയിൽ ഒരു പ്രചരണത്തിന് പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ശാസ്താംകോട്ടയിൽ ആണ് അദ്ദേഹത്തിന്റെ പ്രചരണം. നാളെ കൊല്ലം ജില്ലയിലാണ് ഉള്ളത്. സ്വാഭാവികമായിട്ടും ഇന്ന് മുഖ്യമന്ത്രി ഉന്നയിച്ച വിമർശനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ മറുപടി ഉണ്ടാകും. പ്രധാനമന്ത്രി ഇനി കേരളത്തിലേക്ക് വരാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത്. പക്ഷേ അദ്ദേഹം പലതരത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പല വീഡിയോകളും ഇറക്കുകയും പലതരത്തിൽ അദ്ദേഹം സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ മോഡിയെ വിമർശിക്കുന്നില്ല എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം, ഈ ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് മോഡി വിമർശനം അല്ലെങ്കിൽ സംഘപരിവാർ വിരുദ്ധത എന്ന് പറയുന്നത്. സംഘപരിവാറിനെ എല്ലാ കാലത്തും ക്രൈസ്തവ ന്യൂനപക്ഷമായാലും മുസ്ലിം ന്യൂനപക്ഷമായാലും അതിനെ ഭയത്തോടു കൂടിയാണ് നോക്കിക്കണ്ടിട്ടുള്ളത് എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന സിഎയ്ക്കൊപ്പം കോൺഗ്രസ് അതിനെ ഏതെങ്കിലും തരത്തിൽ എതിർക്കില്ല എന്ന് പറയുക വഴി മോദിയെ എതിർക്കുക എന്നതുകൂടി ഒരു സംഘപരിവാർ വിരുദ്ധതയുടെ ഭാഗമായിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടൽ കൂടി മുഖ്യമന്ത്രിക്ക് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഇങ്ങനെ രൂക്ഷമായ ഭാഷയിൽ മോദിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കാര്യമായ വിമർശനങ്ങളിലേക്ക് മുഖ്യമന്ത്രി പോയിട്ടില്ല. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രി അങ്ങനെ വിമർശനം ഉന്നയിക്കുന്നില്ല എന്ന വിമർശനം തുടർച്ചയായി, അത് കോൺഗ്രസിന്റെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ, അത് വി.ഡി. സതീശൻ അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ദേശീയ തലത്തിലെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ വന്ന് കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രചരണം നടത്തിക്കൊണ്ട് മോദിക്കെതിരെ പിണറായി വിജയൻ മിണ്ടുന്നില്ല എന്ന വാചകം പറയുക വഴി അത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അതിനുള്ള മറുപടി എന്നോണം കൂടിയാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത്. അത് 2 പേർക്കും ഒരേ സ്വരമാണ്. നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും കേരളത്തിനെതിരായി സംസാരിക്കുമ്പോൾ ഒരേ സ്വരമാണ് എന്ന് പറയുക വഴി ഇവർ 2 പേരും കേരള വിരുദ്ധരാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ചില വാക്കുകൾ, ആ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് അതുകൂടി മനസ്സിലാക്കിയെടുക്കാൻ കഴിയും.